യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 14-17 വായിക്കും. 14-17 റോമൻസ് 14-17 വായിച്ചാൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇപ്പം നമ്മൾ ചോദിച്ച പദം എവിടുന്ന നമ്മൾ തുടങ്ങിയത്? ദൈവരാജ്യം അല്ലേ? ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞതാ. ഇത് ഒരു വിസിബിൾ തിങ് അല്ല. പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഇത് കോറിലേറ്റഡ് ആണ്, പരസ്പരം കണക്റ്റഡ് ആണ്. എന്തൊക്കെ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇതൊക്കെയാ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ 3 വിഷയങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഒന്നൊന്നിനോട് ജോയിൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നൊന്നുമായി കണക്റ്റ് ആയിരിക്കുന്നു. അതിനെ വേറിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒന്നിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 വിഷയങ്ങളും വരും. ഇതിലേതൊരു വിഷയത്തെ കുറിച്ച് എടുത്ത് പഠിച്ചാൽ മറ്റ് 2 വിഷയങ്ങളും വരും. കാരണം ഈ 3 വിഷയങ്ങളും ഒന്നായി നിൽക്കുന്നു എങ്കിൽ അവിടെ എന്തുണ്ട്? ദൈവരാജ്യമുണ്ട്. പിന്നെ ഒരു വിഷയങ്ങളും പഠിക്കുകയാണ്. എന്താണ്? ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ അതൊരു വിസിബിൾ തിങ് അല്ല. തൊട്ട് രുചിച്ച് കണ്ട് നോക്കി, അല്ലേ? ഒരിക്കലും കർത്താവിനെ സ്തുതിച്ചാൽ. ഒരു കുഞ്ഞ് കരയും. അപ്പം കുഞ്ഞിങ്ങനെ അമ്മയെ നോക്കി. അപ്പൊ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന സാരമില്ല, കുഴപ്പമില്ല, മോൻ കരയണ്ട, കുഞ്ഞ് കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ കരച്ചിലിന്റെ ആക്കം കുറഞ്ഞു. എന്നിട്ടും കുഞ്ഞിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. കുഞ്ഞിന്റെ അടുത്ത് എന്ന് ആ തലയിലൊന്ന് തൊട്ട് കഴിയുമ്പോൾ, തലോടി കഴിയുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തും. കുഞ്ഞ് അദ്ദേഹത്തോട് പറ്റിപ്പിടിച്ച് കിടക്കും. സ്പർശിച്ചറിയുന്ന ഒരു സമാധാനത്തിന്റെ തലം. എങ്ങനെ അറിഞ്ഞ്? സ്പർശനത്തിലൂടെ. എങ്ങനെ അറിഞ്ഞ്? സ്പർശനത്തിലൂടെ. ഒരുക്കി കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചാൽ. സഭകളിൽ കടന്നു വരുന്ന ബഹുഭൂരിപക്ഷം പേരും ദൈവദാസന്റെ അടുത്തിലേക്ക് ഒരു അഭിഷക്തനെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ മിക്കതും ഭൗതികമാണ്. എനിക്ക് ആത്മീയമായ ശക്തി പ്രാപിക്കണം എന്ന് പറഞ്ഞു വരുന്നവരെ വളരെ വിരളമായേ കാണാൻ കഴിയത്തുള്ളൂ. ഈ ഭൗതിക വിഷയങ്ങൾ അവർക്കില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തന്നെ വരത്തില്ല. ഒന്നെങ്കിൽ എന്റെ കടം മാറണം, എനിക്ക് ഇത്ര രൂപയുടെ കടമുണ്ട്, എന്റെ കടം അത് അടയ്ക്കാനുള്ള ഒരു വഴി ഇത്തവണ അടയ്ക്കത്തില്ല, അത് ഈ മാസം തീരുന്നുള്ളിൽ അടയ്ക്കണം, ഒരാവശ്യമാണ്. അല്ല എങ്കിൽ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസ ലോൺ അപ്ലൈ ചെയ്തു കിട്ടിയില്ല. അല്ല എങ്കിൽ പാസ്റ്ററെ എൻ്റെ ഇന്ന ഭാഗത്ത് അതിശക്തമായ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്, ആ വേദന ഒന്ന് മാറാൻ, എനിക്ക് നടക്കാൻ പോലും വയ്യ, ആ വേദനയൊന്ന് മാറാൻ പ്രാർത്ഥിക്കണം. ഒന്നെങ്കിൽ രോഗം, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ. ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ലോകവുമായി റിലേറ്റഡ് ആണ്, ഭൗതികവുമായി റിലേറ്റഡ് ആണ്. അതാണ് ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല. എവിടെയാ വന്നിരിക്കുന്നത്? കൂട്ടായ്മയിൽ. അത് ചെല്ല് പറയാറുണ്ട്, പക്ഷേ എനിക്ക് ഒന്ന് ശരിക്കും ജ്വലിക്കണം, ഇപ്പൊ പഴയ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒത്തിരി ഒന്ന് അങ്ങ് ആത്മീയമായി എന്ത് ചെയ്തു, ഡിമ്മായി പോയി. എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി, അതൊന്ന് പുതുക്കം പ്രാപിപ്പാൻ വേണ്ടി
ഒരാത്മീയ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്നവർ വളരെ വിരളമാണ്. നല്ലൊരു പങ്ക് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞ വിഷയങ്ങളാണ്. വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല, കടം മാറാനുണ്ട്, ഒരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് കിട്ടണം, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം ഇന്ന നില നിൽക്കുകയാണ്, മുന്നോട്ട് പോകാനൊരു വഴിയില്ല, സ്തോത്രം, പിന്നെ എൻ്റെ ഇന്ന രോഗങ്ങൾ, അല്ല എൻ്റെ ഇന്നാറ രോഗങ്ങൾ, ഇതൊക്കെയാണ്. ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണ്. അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള പണം ലഭ്യമാകട്ടെ. പിന്നെ അത് സാക്ഷ്യമായി വരും അല്ലേ? ആ ഡേറ്റിനുള്ളിൽ നനയ്ക്കാത്ത മണ്ഡലത്തിൽ നിന്നും എനിക്ക് ദൈവം വഴികളെ തുറന്നു. ഹല്ലേലൂയ. എനിക്ക് നടക്കാൻ വയ്യ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാനുള്ള ശക്തി നിന്റെ മേൽ ഉണ്ടാകട്ടെ അല്ലേ? അത് പറഞ്ഞത് തെറ്റാണോ? അല്ല. അങ്ങനെ ഒരു ആവശ്യമായി മുൻപിൽ വന്നവരെ പ്രാർത്ഥിച്ചു വിടുക എന്നുള്ളത് ദൈവദാസന്റെ ചുമതലയാണ് അല്ലേ? അമ്മയുടെ ഉദരത്തിൽ തന്നെ അന്നു മുതലേ ശേഷി നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്തവനായി ഒരുവൻ എന്ത് ചെയ്തു? അപ്പൊ അവൻ ഉദരത്തിലേ അവൻ വികലാംഗൻ, അവൻ ജനിച്ചു വീണ് വികലാംഗനായതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുവനെ കണ്ട് അവനോട് ഭിക്ഷയാചിച്ചു അല്ലേ? പക്ഷെ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേൽക്കും. സൗഖ്യവും വിടുതലും ഒക്കെ വചന അടിസ്ഥാനമാണ്. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അതല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മിക്ക സംഭവങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയവരുടെ എല്ലാവരും കണക്കെടുത്താൽ ഈ ഓടും കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തോട്ട് പോയിരുന്നു, ഇരിക്കാൻ പറ്റാതെ വെളിയിലൊക്കെ നിന്നാലും പറ്റത്തില്ല, അതുപോലുള്ള ആൾക്കൂട്ടമുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ട് അവരില്ല, അവരുടെ ആ വിഷയം കഴിഞ്ഞു. ആ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചു, പരിഹാരമുണ്ടായി. ഇനിയ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചു, ഒരു വിടുതലുണ്ടായി. ഇനി എന്തില്ല? ഇനി ആവശ്യകതയില്ല. ഒരാവശ്യം വരുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വരിക, അല്ല ഇതിനേക്കാളും ബെറ്ററെന്ന് തോന്നുന്നു മറ്റൊരിടത്ത് പോവുക. ക്ലിയർ ആകുന്നുണ്ട്? ഒന്നെങ്കിൽ ഇവിടെ വരിക, അല്ലെങ്കിൽ മറ്റൊരിടത്ത് ബെറ്ററെന്ന് തോന്നുന്നു അവിടത്ത് പോവുക. എന്തിനു വേണ്ടി? ഭൗതികമായ ഒരു വിഷയം ഉണ്ടായാൽ. അപ്പൊ അത് ഉണ്ടാകുന്നില്ല, ഇപ്പൊ എല്ലാം സ്വസ്ഥമാണെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ഇനി അവരുടെ പ്രാർത്ഥനകൾ തന്നെ ഇല്ലാതാവും. പ്രാർത്ഥനയില്ല. പണ്ട് പ്രാർത്ഥനയും കൂട്ടായ്മയും ആരാധനയും കുഞ്ഞം വീടായിരുന്നപ്പോ ഉണ്ടായിരുന്നു. വലിയ വീടായപ്പം പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു വലിയ വീട്, പക്ഷെ ഇപ്പൊ വലിയ വീട്ടിൽ എന്തില്ല? ഇപ്പൊ ഫുൾ ടൈം സിനിമയുടെ ശബ്ദം മാത്രം, സീരിയലിന്റെ ശബ്ദം മാത്രം. ഒരു പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കൂട്ടായ്മയില്ല. ഹല്ലേലൂയ. മുമ്പ് എന്തുണ്ടായിരുന്നു? പട്ടിണിയുടെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവിടെ ആരാധന ഉണ്ടായിരുന്നു. സമയത്തും അസമയത്തും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഉറങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തിയിരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. വഴികൾ തുറക്കപ്പെട്ടു, വാതിലുകൾ തുറക്കപ്പെട്ടു, മറുപടികൾ ഉണ്ടായി. എല്ലാം ഇപ്പൊ നല്ല നോർമൽ കണ്ടീഷനിൽ പോകുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചില പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഇതുവരെ ഇന്നുവരെയും ഞാനൊന്ന് സന്തോഷിച്ചില്ല, ഒന്ന് സന്തോഷിക്കാം. നീ ആര് തന്നതല്ലേ ഈ സന്തോഷിക്കുന്നേ? ഈ സന്തോഷം ഈ വചനം പറയുന്ന സന്തോഷമാണോ? അല്ല. ഈ വചനം പറയുന്ന സന്തോഷം എന്തോ? പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. ഇപ്പൊ ഞാൻ പറഞ്ഞ സന്തോഷം എന്തോ? ജഡികമായ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സുഖം, ഒരു സന്തോഷം. അതങ്ങ് ആടി പാടി തിമിർക്കുക. ഹല്ലേലൂയ. യേശുവെന്ന നാമമേ. ഇത് പാടിക്കൊണ്ടിരുന്നവൻ ഇപ്പം വേറെ നല്ല തമിഴും നല്ല തെലുങ്കും ഹിന്ദിയും ഒക്കെ ഉള്ള നല്ല സിനിമ പാട്ടുകൾ പാടാൻ തുടങ്ങി. കാരണം എന്തായി? നേരത്തെ അവൻ ആ പറഞ്ഞവന്റെ വീട്ടിൽ എന്തില്ലായിരുന്നു? ചില സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പൊ വലിയ സ്ക്രീൻ, ഉള്ളു മുട്ടൻ,
പണ്ട് അവരുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ഇപ്പൊ പ്രാർത്ഥനയില്ല. ഇതൊക്കെ പാസ്റ്റർ പ്രാർത്ഥിച്ച് കിട്ടിയത്, അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാ. ആ കിട്ടിയതിന്റെ ഫലം ദൈവം കണ്ടോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അവളുണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. അത് ജഡികപരമായ കാര്യങ്ങളിലൂടെ ലഭ്യമാകുന്ന ഒന്നല്ല. എൻ്റെ പിതാവ് വാർത്തകൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. എപ്പോ കൊണ്ട് എഴുതാലും എൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ടൊരു നേതാവ്. ആ നേതാവിനെ കുറിച്ച് എപ്പം കേട്ടാലും എടാ ആണ്ട്രാ നോക്കടാ, ഞാൻ പറയും ഇതേ ഉള്ളൂ എപ്പോഴും. സ്തോത്രം. ഹല്ലേലൂയ. പുള്ളി തന്നെ എന്നും മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് സ്ട്രോക്ക് വന്നൊക്കെ ICU ഇറങ്ങി റൂമിലായി. അപ്പോഴും എണ്ണിച്ച് തന്നെ നടക്കാവുന്ന തലങ്ങളില്ല, ആയിട്ടില്ല. നടക്കാവുന്ന തലം ആയിട്ട് പോലും അവിടെ റൂമിൽ TV ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു വാർത്ത വെച്ച് തരട്ടെ. എനിക്കെങ്ങും കാണണം, ശ്രദ്ധിച്ച് കേൾക്കണേ. എനിക്കെങ്ങും, നിനക്ക് ആരോഗ്യം ഉള്ളപ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ. ആരോഗ്യം കിടന്നവന് ICUവിനകത്ത് കിടക്കുന്നവനും അല്ലെങ്കിൽ റൂമിൽ അങ്ങോട്ട് വയ്യാ കിടക്കുന്ന ഒരവസ്ഥ കിടക്കുന്നവനും അവർക്കൊന്നും ഇത് കാണാൻ താല്പര്യം വരുത്തില്ല. മനസ്സിലാകും, പിടി കിട്ടുന്നുണ്ട്. പ്രസംഗം കൊണ്ടു കൊടുത്താലോ അതും കാണണം. കാരണം ടോട്ടലി മൈൻഡ് മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടും. അപ്പൊ സന്തോഷം, ഭൗതികപരമായ സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ സന്തോഷം നിലനിൽക്കുന്ന ഒന്നല്ല. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. എന്താ നമ്മൾ വായിച്ചത്? ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഞാൻ പറഞ്ഞു മൂന്നും സെപ്പറേറ്റ് എടുത്ത് പഠിച്ചാൽ ഈ മൂന്ന് വിഷയം പരസ്പരം കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വിഷയങ്ങളും നേരത്തെ മൂന്നിനകത്ത് ഏതെടുത്താലും ഇത് കണക്റ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില ഉറപ്പുകളുണ്ട്. 14-ാം അധ്യായം 26-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 14:26. യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനാ വരുന്നത്? അല്ലെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? യേശു കർത്താവ് തന്റെ തിരുവായ്മൊഴിയിൽ പറഞ്ഞ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. മൊർദെഖായിയുടെ ഹാമാനെ കഥ പഠിപ്പിക്കാനല്ല പരിശുദ്ധാത്മാവ് വന്നത്. കേട്ടുന്നുണ്ടോ? പിന്നെ ആരെക്കുറിച്ച് പറയും? ആര് പറഞ്ഞത് പറയും? യേശു ക്രിസ്തുവിനെ കുറിച്ച്. ഇവിടെയാണ് ഈ ഡോക്ടറിനുള്ള പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുന്നത് എന്തിനെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം യേശു കർത്താവ് പറയുകയാണ്. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവ് വായിച്ചു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 27 വായിക്കും. ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കേട്ടോ? എന്തോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തന്നിട്ട് പോകും. എന്തോ തരുന്നേ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കേട്ടോ? പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ പർപ്പസ് പറഞ്ഞു. അടുത്തത് പറയുകയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ പറയുക. എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു.
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല കേട്ടോ. എന്റെ സമാധാനം ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് ലോകം തരുന്നത് പോലെയല്ല. ഇതാ മുമ്പേ നമ്മൾ ചിന്തിച്ച വിഷയം. ലോകം തരുന്ന പ്ലഷറുണ്ട് അല്ലെ, സന്തോഷകരമായ കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് നിലനിൽക്കുകയില്ല. ആ സന്തോഷത്തിന് കാരണമായ വസ്തുത നിലനിൽക്കുകയില്ല. എന്നാൽ യേശു കർത്താവ് തരുന്ന സമാധാനം നിലനിൽക്കുന്നതാണ്. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. കേട്ടോ, ഹൃദയം കലങ്ങിപ്പോവും. എപ്പോഴാണ് ഹൃദയം കലങ്ങുന്നത്? ഇത് വളരെ ചൂട് കൂടിയ ഒരു അന്തരീക്ഷം അല്ലേ. അതിനോർത്തെ ദൈവത്തെ സ്തുതിക്കുക. എന്നാണെന്നറിയാമോ? ചർച്ചിലെല്ലാവരും നല്ലവണ്ണം കണ്ണുകൊടുത്തിരിക്കണം. നമ്മുടെ നേരത്തെ നമ്മുടെ മീറ്റിങ്ങിന് അവിടെ AC ഹോളിൽ മീറ്റിംഗ് നടക്കുമ്പോഴേ സ്തോത്രം ഇങ്ങനെ ചെല്ലൊക്കെ കുലുക്കി പിടിച്ച് മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറയുന്ന അവസരം ഉണ്ടാവും. എന്താ കാര്യം? നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല അല്ലേ. പക്ഷെ ഇവിടെ ആരും ചെയ്യുന്നില്ല, കണ്ണടയ്ക്കുന്നതിൽ എല്ലാവരും എന്നെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുക. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകും. നിങ്ങളുടെ ഹൃദയം നേരത് കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. സ്തോത്രം. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അവര് ഒരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തിരിക്കുക. കുഞ്ഞിനെ അവിടെ ചേർത്തിരിക്കുക. അപ്പൊ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫസ്റ്റ് ഗഡു അവിടെ അടയ്ക്കേണ്ടതുണ്ട്. ഈ പണം ആ സമയത്തിനുള്ളിൽ അത് കിട്ടുമ്പോൾ ഒരു വലിയ സമാധാനം ഉണ്ടാവും. ആ അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഒരു സമാധാനം. അല്ലെ, പുറത്തോട്ട് പോകാൻ വേണ്ടി പണം അക്കൗണ്ടിൽ ഇട്ടേക്കുക. ഇത്ര തുക ഉണ്ടാകണമെന്ന് റൂളുണ്ട്. എല്ലാ പരിപാടികളും സെറ്റായി വന്നു. ആ തുക ഇല്ല എന്നതുകൊണ്ട് പോകാൻ ഇടവരാതിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ പറയുന്ന ടൈമിനുള്ളിൽ എഴുന്നേറ്റ് തുക വന്നു കഴിഞ്ഞപ്പോൾ പോകാനിരുന്നവനൊരു സമാധാനം ഉണ്ടായി. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടി, ഇപ്പൊ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിരിക്കുന്നവരെല്ലാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെ. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞ് അത് ചിന്തിച്ചതിനും ഉപരി ഒരു റിസൾട്ട് അതിന് വരുമ്പോൾ വലിയൊരു സമാധാനം ഉണ്ടാവും. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. പല മരുന്ന് കഴിച്ചിട്ടും അസ്വസ്ഥതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും. ആ പ്രോബ്ലമായി തന്നെ നിൽക്കുക, പരിഹരിക്കപ്പെടുന്നില്ല. അപ്പം ആ വ്യക്തിയുടെ ഒരു അയൽവാസി പറയുന്നു, ഇന്നടത്ത് പ്രാർത്ഥിക്കാൻ പോയാൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവും, ഒരു മറുപടി ഉണ്ടാവും. വൈദ്യന്മാർക്ക് കഴിയാത്തത് പ്രാർത്ഥനയിലൂടെ നടക്കുമെന്നേ. അങ്ങനെ ആ വ്യക്തി വന്നു. ആ വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആഗ്രഹിച്ചു വരിക, ഇന്ന് ഈ പറഞ്ഞ മറുപടി എനിക്ക് വേണം. ആ മീറ്റിങ്ങിന് വന്നു, പ്രാർത്ഥിച്ചു, ഭവനത്തിൽ ആരോഗ്യത്തോടെ എത്തി. വലിയൊരു സമാധാനം അന്നേരം ഉണ്ടായി. ഈ പറഞ്ഞ സമാധാനങ്ങൾ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുമോ? ആർക്കും ഉത്തരം പറയാം. ഈ പറഞ്ഞ സമാധാനങ്ങൾ ജീവിതത്തിൽ മുഴുവൻ കാലം നിലനിൽക്കുമോ? ഇല്ല. ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. നിങ്ങൾ മറുപടി പറഞ്ഞാൽ അതിനെന്തെങ്കിലും തിരിച്ചു ചോദ്യം ചോദിക്കുമോ എന്ന് ഓർത്താണ് മിണ്ടാത്തത്. ഈ പറഞ്ഞ സമാധാനം പരിഹരിക്കപ്പെട്ട വിഷയത്തിന്റെ മേൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും നീഡ്സ്, ആവശ്യങ്ങൾ ഉയരും. പിന്നെ അടുത്ത വിഷയം ഉയർന്നു വരുന്നു, പിന്നെയും സമാധാനം പോയി. പിന്നെ അതിന് പരിഹാരം കണ്ടെത്തിയാൽ എന്ത് ചെയ്യത്തുള്ളൂ? അതിന് പരിഹാരം കണ്ടെത്തിയാൽ സമാധാനം ഉണ്ടാവും? ഇല്ല. ഒരു ട്രിപ്പിന് പോകുന്നു, പിള്ളേരെല്ലാം കൂടെ ട്രിപ്പിന് പോവുക. ആ ട്രിപ്പ് പോയി തിരിച്ചു വരുന്നിടം വരെ ഭയങ്കര ഒരു എൻജോയ്മെന്റ്.
നല്ല വെള്ളത്തിലൊക്കെ നീന്തി തുടിച്ച് റൈഡിലൊക്കെ കറങ്ങി എൻജോയ് ചെയ്തിട്ട് വന്നു. പിറ്റേ ദിവസം ചുമയും പനിയും അസ്വസ്ഥതയെല്ലാം ആയി. അന്നേരം തലേന്ന് രാത്രി വരെയുള്ള സമാധാനം ഉള്ളായിരുന്നത്. പിന്നെ അത് ഓർത്തോ, നല്ല രസമുള്ള ട്രിപ്പായിരുന്നു, പക്ഷെ ഇനി മേലെ ഞാൻ ഇപ്പം നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനകത്തുണ്ടാകുന്ന മറുപടികളും ഇതാണ് ലോകപരമായ സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എവർ ലാസ്റ്റിംഗ് അല്ല, നിലനിൽക്കുന്ന ഒരു മണ്ഡലമല്ല. പിന്നെയോ അത് ക്ഷണികമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ലോകം തരുന്നത് പോലത്തെ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ പ്രാർത്ഥിക്കണ്ടെന്നാണോ ഈ പറയുന്നത്? അല്ല, പ്രാർത്ഥിച്ച് വിടുതലുണ്ടാകണം. പക്ഷെ ആ വിടുതലിനും അപ്പുറത്താണ് ഈ സമാധാനത്തിന്റെ ഉടമസ്ഥനെ ഉള്ളിൽ സ്വീകരിക്കുക എന്ന് പറയുന്ന വിഷയം. അല്ലെങ്കിൽ സമാധാന പുരുഷൻ എന്റെ അകത്തുണ്ടെന്ന് പറയുവാൻ എനിക്ക് നിങ്ങൾക്ക് മേട വന്നാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നേരെ മാറിപ്പോകും. ഞാനുണ്ടെങ്കിൽ അവിടെ എൻ്റെ രാജ്യമുണ്ട്, അല്ലേ? അതാണ് ആ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ റോമൻസ് 14-17 വായിച്ചത്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, നീതി, അല്ലേ? ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ ഈ രാജ്യത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറിയാൽ, അല്ലെങ്കിൽ രാജ്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടതായി വരികയില്ല. നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പടകാഞ്ഞാടി ഉലഞ്ഞു. എന്താ കാരണം? അതിന് കാരണമുണ്ട്. എന്താ? കടൽ പ്രക്ഷുബ്ധമായി, കടൽ തിരമാലകൾ ശക്തിയോട് ഉയർന്നു വന്നു, കാറ്റ് അതിഭയങ്കരമായിട്ട് ആഞ്ഞടിച്ചു. യേശു എന്ത് ചെയ്യാണ്? സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയാണ്. പടകിൽ തല ചായ്ച്ച് സ്വസ്ഥമായി സാധിക്കുക. ഇതാ ക്രിസ്തുവിനുള്ള സമാധാനം. പ്രശ്നം നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുമ്പോഴും സ്വസ്ഥമായി ഇരിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതോ ശിഷ്യന്മാർ അല്ലെന്ന് വിളിച്ച പോലെ, ദൈവമേ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഞങ്ങളുടെ ഈ അവസ്ഥ കാണുന്നില്ലേ കർത്താവേ? ഇങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്റെ പടകിൽ എന്റെ തമ്പുരാനുണ്ടെങ്കിൽ ഈ പടക് മുങ്ങുവാൻ അവൻ സമ്മതിക്കത്തില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് ടെൻഡൻസിയുള്ളവരൊക്കെ ഉണ്ടോ? എന്തിനാ ഇങ്ങനെ ജീവനോടിരിക്കുന്നത്? പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്ന്. ആ പദ്ധതിയിൽ നിന്നും നിന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, ആ പദ്ധതി നിന്നോട് നടപ്പാകാതിരിക്കുവാൻ മറ്റൊരുവൻ അതിശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. എന്തൊരു ജീവിതമാണ് കുഞ്ഞെ! നീ ആരാന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തലം മാറും. എന്ത് റിവീൽ ചെയ്യപ്പെടണം? യുവർ ഐഡന്റിറ്റി. നിങ്ങൾ ആരാന്നുള്ള ഐഡന്റിറ്റി നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലം മാറിപ്പോകും. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വചനഭാവന വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. യോഹന്നാൻ 20-19-20 വേഗം വായിച്ചാൽ. യോഹന്നാൻ 20-19-20. ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് കേട്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ. എന്താ ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കുന്നതിന്റെ റീസൺ എന്താ? യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ. ആരെ പേടിച്ച്? റോമൻ പൗരന്മാരെ പേടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയാണ്. പേടിച്ച് വാതിലടച്ചിരിക്കുന്നു. യേശു വന്ന് നടുവിൽ, യേശു അടഞ്ഞിരിക്കുന്ന വാതിൽ. പുറത്ത് എന്തും തങ്ങൾക്ക് വിരോധമായി എന്തും സംഭവിക്കുക എന്ന് പറയുന്ന സാഹചര്യം. എന്നാൽ ആ അടയപ്പെട്ടതിന്റെ നടുവിൽ യേശു വെളിപ്പെടുകയാണ്. യേശു വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു.
ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കൊടുത്തു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്താ ഇങ്ങനെ സന്തോഷം വന്ന അവർക്ക്? കർത്താവിനെ കണ്ടപ്പോൾ. നിന്റെ മുൻപാകെ കർത്താവ് ഉണ്ടെങ്കിൽ, ഞാൻ എന്റെ കുഞ്ഞുനാൾ മുതലേ കർത്താവിനെ കയ്യെ പിടിച്ച് നടന്നൊക്കെ പറയുന്നവരുണ്ട്. ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പ്രശ്നം വരുമ്പോൾ അവരെങ്ങനെ എന്നോട് റിയാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഒരു പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്? അപ്പോഴറിയാം കർത്താവ് തന്നെയാണോ കയ്യെ പിടിച്ച് നടന്നതോ പിശാചിനെയാണോ എന്ന്. നിന്റെ മുൻപാകെ നീ കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. എന്താ ഇതിപ്പോ പറഞ്ഞത്? സന്തോഷിക്കും. കരയുമല്ല, സന്തോഷിക്കും. കാരണം സകലത്തിന്റെ ഉടമസ്ഥൻ എന്റെ കൂടെ ഉണ്ടെന്നേ. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭാരപ്പെടുകയില്ല. പ്രശ്നങ്ങൾക്ക് എന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഈ അവസ്ഥ, മനസ്സിന്റെ ഈ തലത്തെയാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ഈ ഒരു തലത്തിലേക്കാണ് മനസ്സെത്തപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എവിടെയാണ്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയിലായിട്ട്. ഫിലിപ്പിയൻസ് 4:6-7 വായിച്ചാൽ. ഫിലിപ്പിയൻസ് 4:6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് കേട്ടോ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വാസന അവിടുന്ന് പറഞ്ഞാൽ മതി, വിചാരപ്പെടരുത്. ബൈബിൾ അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടെൻഷൻ. ആ ടെൻഷനുള്ളത് എന്തുകൊണ്ടാ? വിശുദ്ധ വചനം പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ആരില്ല. പിന്നെ എത്ര നാളെ എത്ര വർഷമായെന്നറിയാമോ വിശ്വാസി വന്നിട്ട്? ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ എത്ര നാളായി വിശ്വാസി വന്നിട്ടോ? നിങ്ങൾ എന്തൊക്കെ കർമ്മക്രിയകൾ ചെയ്തു എന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ മുമ്പിൽ യേശു ഉണ്ടോ? മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ടോ? ആ കർത്താവ് ഉണ്ടേ എങ്കിൽ നിങ്ങൾക്ക് വിചാരപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകുകയും നിങ്ങൾക്ക് ഭാരമുണ്ടാകും. ജീവിതത്തെ ചൊല്ലി, ജീവിതത്തിന്റെ അവസ്ഥകളെ ചൊല്ലി, അയ്യോ നാളെ എന്താവും എന്നുള്ളതിനെ കുറിച്ച്, എന്റെ ശരീരത്തെക്കുറിച്ച്, എന്റെ തലമുറയെക്കുറിച്ച്, എന്റെ ജോലിയെക്കുറിച്ച് വിവിധങ്ങളായ ടെൻഷൻസ് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ യേശുവിന്റെ മുമ്പിലല്ലായിരിക്കും. യഥാർത്ഥത്തിൽ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെ കണ്ട് പേടിക്കുകയില്ല. വിഷയങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, വിഷയങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ വിഷയങ്ങളെ നോക്കി വിളിച്ചു പറയും, ഈ വിഷയങ്ങളെ മറികടക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കിട്ടുന്നുണ്ടോ? വിഷയം ഓടിപ്പോയെന്നല്ല ഞാൻ പറഞ്ഞത്. കാറ്റുണ്ട്, തിരകളുണ്ട്, വള്ളമാടുന്നുണ്ട്. പക്ഷെ ഈ വഞ്ചി മുങ്ങത്തിൽ, ഈ കാറ്റത്ത് പല വഞ്ചിയും മുങ്ങുമായിരിക്കും. പക്ഷെ ഈ കാറ്റത്ത്, ഈ ഓണത്തിൽ ഞാൻ പോകുന്ന വഞ്ചി മുങ്ങുവാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഈ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തപ്പെടുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുകയാണ്? ദൈവരാജ്യത്തിൽ. സമാധാന പ്രഭു നിങ്ങളുടെ കൂടെയുണ്ട്. ലോകം തരുന്ന സമാധാനം ക്ഷണികമാണ്. ആ വാക്യം വായിക്കാം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയായി അപേക്ഷയായി നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. എന്താ സ്തോത്രത്തോട് അറിയിക്കാന്ന് പറഞ്ഞ? മറുപടി വന്നു. ഇന്ന് മറുപടി വന്നു എന്ന് വിശ്വസിച്ച നാളെ അത് പ്രാർത്ഥിക്കൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞോളൂ, ഒപ്പിച്ച് എല്ലാവരും പറയുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് മറുപടി വന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നാളെ ആ വിഷയത്തെ ഓർത്ത് നിലവിളിക്കും. പക്ഷെ ഒരു മിനിറ്റ്, ഞാൻ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ മറന്നു വേണം. തൂന്നിൻ്റെ പോയ ഞാൻ സാറിന് അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ രീതി, നിങ്ങളുടെ ശൈലി മാറുക. നിങ്ങൾ ഉറപ്പുള്ളവരായി മാറുക. എന്തുകൊണ്ട് ഉറപ്പില്ലാത്തത്? എന്തുകൊണ്ട് ഉറപ്പില്ലാത്തത്? ഈ രാജ്യത്തിന്റെ അകത്തേക്ക് നീ എത്തപ്പെട്ടിട്ടില്ല. ഈ രാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നീ കടക്കുന്നില്ല. കുഞ്ഞെ, നിനക്ക് ഇന്നത് പറയാൻ പാടില്ല, ആരും പഠിപ്പിക്കണ്ട. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ നീ ചലിക്കുന്നെങ്കിൽ ചിലത് നിന്റെ വായിന്ന് വരുത്തില്ല, ചില പെരുമാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ലോകം ചലിക്കുന്നത് പോലെ നീ ചലിക്കുകയില്ല.
കാരണം നിന്നെ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ആ കൂട്ടത്തിലുണ്ട്, ഈ കൂട്ടത്തിലുണ്ട്, ഇവിടെയുണ്ട്. ആ വല്ല മനസ്സിലായോ? വല്ല ഇവിടെ കിട്ടിയോ? നിങ്ങളിത് ചിന്തിച്ചാൽ മതി. നിങ്ങളും ചിന്തിച്ചോണം ഞാൻ പറഞ്ഞത് എന്താണ്. നിങ്ങൾക്ക് അവിടെ ഏത് കൂട്ടം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആത്മീയരുടെ കൂട്ടത്തിലുമുണ്ട്, ഭൗതികരുടെ കൂട്ടത്തിലും, ജഡികമായ സകല തലങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. എങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് നോക്കി നടക്കുക, എങ്ങനെ ആനന്ദിക്കാമെന്ന് നോക്കി നടക്കുക. ആത്മീയയുടെ തലം വരുമ്പോൾ എന്ത് ചെയ്യും? ഓ ഹല്ലേലൂയ ജീസസ് യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് യഥാർത്ഥ ഹൃദയത്തിൽ നിന്നല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഹസനം. ഹൃദയത്തിൽ നിന്നാണെങ്കിൽ നിന്റെ ജീവിത രീതി മാറും, നിന്റെ ശൈലി മാറും, നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങൾ മാറും. നിനക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി തരുമെന്ന് ഒരു വലിയ ഉറപ്പുണ്ടാവും. ഞാൻ ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത്, ഞാൻ ഒറ്റപ്പെട്ടവനല്ല, സകലത്തെ ഉണ്ടാക്കിയവൻ എൻ്റെ കൂടെ ഉണ്ടെന്നേ. ലോകത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും യേശു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സകലതും ഉണ്ടെന്നേ. ബോധ്യത്തോടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മരുമനാഥ പ്രിയ പിതാവേ, നീ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ ജീവിതത്തിൽ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. ശക്തിയാലും മൗത്വത്താലും സകലം നിറയ്ക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ആ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പരിപൂർണത സകലയും ജീവിതത്തിലുണ്ടാകും. ഭാരങ്ങൾ മാറി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇത് കേട്ടവരുടെ ജീവിതത്തിൽ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുവാൻ കർത്താവേ അങ്ങയുടെ കൃപയുടെ മേൽ പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ഡേ മിനിസ്ട്രി ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരാമീൻ പറഞ്ഞ ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ ആമേൻ.